സോ ഹായ് ഗൈസ്, CMA ഫോൺ 1 പുതിയൊരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആഗസ്റ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ ബഗ് ഫിക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ മാറ്റം നോക്കുകയെന്ന് വെച്ചാൽ നമുക്കിവിടെ ആഗസ്റ്റിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് സാംസങ് ഗാലക്സി S23 ആയിക്കോട്ടെ, S24 ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിക്സൽ ഡിവൈസസ് ആയിക്കോട്ടെ, ഇതുവരെയും ആഗസ്റ്റിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ CMA ഫോൺ 1 ആദ്യത്തെ ആഗസ്റ്റിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി എനിക്ക് തോന്നി. ഇപ്പോൾ അടുത്തത് ബാറ്ററി ലൈഫ്. അപ്പോൾ ബാറ്ററി ലൈഫിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നതിന് ശേഷം ബാറ്ററി ലൈഫ് ഇപ്പോഴും നല്ല ഇമ്പ്രസീവ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. ലൈക്ക് 6.5 to 7 hours സ്ക്രീൻ ഓൺ ടൈം എനിക്ക് ഈസിലി കിട്ടുന്നുണ്ട് വിത്തൗട്ട് ബാറ്ററി സേവർ. പക്ഷേ ബാറ്ററി സേവർ ഇടാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 9 hours വരെയും സ്ട്രെച്ച് ചെയ്യാം. ഇപ്പോൾ അടുത്ത മാറ്റം നോക്കാന്ന് വെച്ചാൽ ഫിക്സ്ഡ് റെഡ് ലൈറ്റ് ടിൻറ്റ് ഇൻ ലോ ലൈറ്റ് ഫോട്ടോസ്. ഓക്കെ, ഇവിടെ എനിക്ക് ഈ പറഞ്ഞ കാര്യം അത്ര ഫിക്സ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ എൻ്റെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ഇപ്പോഴും ആ റെഡ് ടിൻറ്റ് കാണാനുണ്ട് ലോ ലൈറ്റ് കണ്ടീഷൻസിൽ. അപ്പോൾ അതിൽ വലിയ മാറ്റം വന്നിട്ടില്ല. ഇപ്പോൾ അടുത്ത ചേഞ്ച് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റഡ് ക്യാമറ എക്സ്പോഷർ ഫോർ ബെറ്റർ ഇൻഡോർ ഷോട്ട്സ് വിത്ത് വൈറ്റ് വാൾ. അപ്പോൾ ഞാൻ ഈ അപ്ഡേറ്റ് വരേണ്ട മുമ്പ് തന്നെ ഞാൻ വൈറ്റ് വാളിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കുറേ ഫോട്ടോസ് എടുത്ത് നോക്കിയതാണ്. എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ എക്സ്പോഷർ കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട് ഇൻഡോർ കണ്ടീഷൻസിൽ വിത്ത് എ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. വേറെ വ്യത്യാസം ചെയ്തിരിക്കുന്നത് റെഡ്യൂസ് നോയ്സ് ഇൻ പോർട്രേറ്റ് മോഡ്. ഓക്കെ, 2x ഞാൻ പോർട്രേറ്റ് മോഡിൽ ഫോട്ടോ എടുത്ത് നോക്കി. അതിൽ കുറച്ച് നോയ്സ് റിഡക്ഷൻ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇവിടെ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട് എനിക്ക്. 2x ആയിക്കോട്ടെ 1x ആയിക്കോട്ടെ നോയ്സ് കുറച്ച് കുറഞ്ഞ മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്ത ചേഞ്ച് വന്നിരിക്കുന്നത് ഇംപ്രൂവ്ഡ് ഫ്രണ്ട് ക്യാമറ എഫക്റ്റ് ഫോർ ക്ലീനർ നൈറ്റ് സെൽഫീസ്. അപ്പോൾ ഞാൻ നൈറ്റിൽ ഫോട്ടോ എടുത്ത് നോക്കില്ല, വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ ഫോട്ടോ എടുത്ത് നോക്കി. അപ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റ് ഇമേജാണ് വരുന്നത്. അവിടെ ചെറുതായിട്ടൊരു മാറ്റം തോന്നിയിട്ടുണ്ട് എനിക്ക്. അടുത്ത മാറ്റം നോക്കുകയെന്ന് വെച്ചാൽ എൻഹാൻസ് സെല്ലുലർ ഡാറ്റ നെറ്റ്വർക്ക് ആൻഡ് സ്റ്റെബിലിറ്റി. അതെന്തായാലും സത്യമാണ്. ബിക്കോസ് ഇവിടെ ഞാൻ ഈ ഫോൺ മേടിച്ചപ്പോൾ എനിക്ക് ഇൻഡോർ കണ്ടീഷൻസിലാട്ടോ പറയണത്. ഇൻഡോർ കണ്ടീഷൻസിൽ എനിക്ക് ജിയോൻ്റെ സിമ്മിൽ 4G 5G ഇങ്ങനെ സ്വിച്ച് ആയതുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് 5Gയുടെ നെറ്റ്വർക്ക് വീട്ടിൻ്റെ ഉള്ളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മാതിരി എൻഹാൻസ് സെല്ലുലർ ഡാറ്റ അത് എന്തായാലും റെഡിയാക്കിയിട്ടുണ്ട് അവർ. അടുത്ത മാറ്റം എഴുതിയിരിക്കുന്നത് ഇംപ്രൂവ്ഡ് ഓട്ടോ ബ്രൈറ്റ്നസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് എന്തായാലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ഫോൺ മേടിച്ചപ്പോൾ ഓട്ടോ ബ്രൈറ്റ്നസ് അത്ര കോൺസ്റ്റൻ്റ് ആയിരുന്നില്ല. ലൈക്ക് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ബ്രൈറ്റ്നസ് ലോ ആയിട്ട് തന്നെയാവും കിടക്കുക, ബ്രൈറ്റ് പെട്ടെന്നാവില്ല. അതേമാതിരി വെരി ലോ ലൈറ്റ് കണ്ടീഷൻസിൽ വരുമ്പോൾ ബ്രൈറ്റ് ആയി ഡിസ്പ്ലേ അത് ഓട്ടോമാറ്റിക്കലി ലോ ആവില്ല. പക്ഷേ ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഞാൻ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ വരുമ്പോൾ ഡിസ്പ്ലേ ബ്രൈറ്റ് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് കുറയ്ക്കും. ഇപ്പോൾ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് റെഡ്യൂസ് സ്റ്റട്ടറിങ് വൈൽ സ്ക്രോളിങ് ത്രൂ സർട്ടൻ ആപ്സ്. അപ്പോൾ ഈ ഫോൺ മേടിച്ചപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാഗ് ഉണ്ടായിരുന്നു. അതേമാതിരി ഇൻസ്റ്റഗ്രാമും ട്വിറ്ററൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ജിറ്ററൊക്കെ എനിക്ക് തോന്നിച്ചിരുന്നു. പക്ഷേ ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം ഫോൺ സത്യം പറയാലോ, ഈ ഫോൺ എൻ്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്, ഈ ഫോൺ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 30,000 to 40,000 ആ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺ യൂസ് ചെയ്യണ മാതിരി എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതേമാതിരി എക്സൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ല ബട്ടറി സ്മൂത്തായിട്ടാണ് എനിക്ക് തോന്നിക്കുന്നത്. പക്ഷേ നിങ്ങൾ ബാറ്ററി സേവറൊക്കെ ഓൺ ആക്കിയിട്ട് ഈ ഫോൺ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ലാഗൊക്കെ കാണാൻ കിട്ടും. വിത്തൗട്ട് ബാറ്ററി സേവർ നിങ്ങൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ 120 Hz റീഫ്രഷ് റേറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഡിവൈസ് നല്ല സ്മൂത്താണ്. ഇപ്പോൾ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് ഫിക്സ്ഡ് ഇഷ്യൂ ടു എൻഹാൻസ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി. ഇതിപ്പോൾ എന്തായാലും ഫിക്സ് ചെയ്തിട്ടുണ്ട് അവർ. പണ്ട് ഞാൻ ഫോണിൽ കോൾ വിളിച്ചിട്ട് ഞാൻ നെക്ക് ബാൻഡിലോ ഇല്ലെങ്കിൽ ഇയർബഡ്സിലോ വെച്ചിട്ട് ഞാൻ കുറച്ച് ദൂരം പോകുകയാണെന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് ഡിസ്കണക്റ്റ് ആയിരുന്നു. ഇപ്പോൾ ആ പ്രശ്നം വരുന്നില്ല. ഫൈനലി ഒരു മാറ്റം വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ വിഡ്ജറ്റ്സിലൊരു പുതിയ വിഡ്ജറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ന്യൂസിൻ്റെ വിഡ്ജറ്റാണ്. ഇപ്പോൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ന്യൂസ് വേണ്ടത്, ലൈക്ക് എൻ്റർടൈൻമെൻറ്റ് ആണോ വേണ്ടത്, ടെക്നോളജി ആണോ വേണ്ടത്, ഹെൽത്ത് ആണോ വേണ്ടത്, അത് സെലക്ട് ചെയ്തിട്ട് വിഡ്ജറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ന്യൂസുകൾ കേൾക്കാൻ പറ്റും. അത് ആ ഒരു മാറ്റം കൂടിയും വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാറ്റങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മുടെ CMA ഫോൺ 1 ആഫ്റ്റർ ദ ആഗസ്റ്റ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്